ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് ഏശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ. ഈശോയുടെ അടുത്ത് കുറേ രോഗികൾ വന്നു. ഈശോ അവരെല്ലാം സൗഖ്യമാക്കി. എന്നിട്ട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങളിത് പരസ്യപ്പെടുത്തരുത്. ഏശയ്യാ പ്രവാചകൻ വഴി പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇത് പരസ്യപ്പെടുത്തരുതെന്ന്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ അയക്കും. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ, പിതാവായ ദൈവമാണ് പറയുന്നത്. എൻ്റെ ആത്മാവിനെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ മേൽ അയക്കുമെന്ന്. തെരുവീഥികളിലോ അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ തെരുവീഥികളിലോ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല എന്ന് പിതാവായ ദൈവം പറയുന്നു. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. ഈ പീഡാനുഭവ ദിവസങ്ങളിൽ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളെ ഓർത്ത്, കുരിശുമരണത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനാകുവാൻ ഞങ്ങളെല്ലാവരെയും അനുവദിക്കണമേ, ഞങ്ങളെല്ലാവരെയും തിരഞ്ഞെടുക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാകാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ എല്ലാം ഞങ്ങളോട് ക്ഷമിക്കുവാൻ, വിശുദ്ധ ബൈബിൾ പ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും എല്ലാം കഴിവുള്ളവനായ നമ്മുടെ ഈശോയുടെ പീഡാനുഭവ ദിവസങ്ങളിൽ നമ്മുടെ തെറ്റുകളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിച്ച് നമുക്ക് ഓരോരുത്തർക്കും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനാകുവാൻ ഞാനും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.